യൂണിവേഴ്സിറ്റി മാർച്ച് സിന്ദാബാദ്. യൂണിവേഴ്സിറ്റി മാർച്ച് സിന്ദാബാദ്. ഓപ്പൺ യൂണിവേഴ്സിറ്റി ആക്ടിലെ 47, 42 വകുപ്പുകൾ റദ്ദാക്കുക. ഓപ്പൺ യൂണിവേഴ്സിറ്റി ആക്ടിലെ 47 വകുപ്പുകൾ റദ്ദാക്കുക. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. കാലിക്കറ്റ് സർവകലാശാലയിലെ വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൽ വിദ്യാർത്ഥി പ്രവേശനത്തിന് വിജ്ഞാപനം ഇറക്കണമെന്നാവശ്യപ്പെട്ട സമാന്തര വിദ്യാഭ്യാസ സംരക്ഷണ സമിതി സമരം സംഘടിപ്പിച്ചു. പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ സർവകലാശാല നടപടി സ്വീകരിക്കാത്തത് മലബാറിലെ വിദ്യാർത്ഥികളോടുള്ള വെല്ലുവിളിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരം. സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്താൻ തീരുമാനിച്ച പ്രതിഷേധ മാർച്ച് നിപ നിയന്ത്രണങ്ങൾ സർവകലാശാലയിൽ കടുപ്പിച്ചതോടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ മീഞ്ചന്തയിലെ ഉപകേന്ദ്രത്തിന് മുന്നിൽ നടത്തുകയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടത് റെഗുലർ ഡിഗ്രി. സ്വാശ്രയത്തിന് പണമുണ്ടാക്കാൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചവരെ ഇല്ല ഇല്ല മാപ്പ് തരില്ല. വിദ്യാർത്ഥി വർഗം മാപ്പ് തരില്ല. യൂണിവേഴ്സിറ്റി മാർച്ച് സിന്ദാബാദ്. യൂണിവേഴ്സിറ്റി മാർച്ച് സിന്ദാബാദ്. ഓപ്പൺ യൂണിവേഴ്സിറ്റി ആക്ടിലെ 47, 42 വകുപ്പുകൾ റദ്ദാക്കുക. ഓപ്പൺ യൂണിവേഴ്സിറ്റി ആക്ടിലെ 47 വകുപ്പുകൾ റദ്ദാക്കുക. വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവരുടെ പങ്കാളിത്തത്തിലായിരുന്നു നിപ പ്രോട്ടോകോൾ പാലിച്ചുള്ള സമരം. സംരക്ഷണ സമിതി ചെയർമാൻ എ പ്രഭാകരൻ, കൺവീനർ സി അബ്ദുറഹ്മാൻ കുട്ടി, ആക്ഷൻ കമ്മിറ്റി സെക്രട്ടറി വി വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഈ ആക്ടിലെ 47, 2, 72 എന്നീ വകുപ്പുകൾ റദ്ദാക്കി എല്ലാ യൂണിവേഴ്സിറ്റികളിലും പഴയതുപോലെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളും പ്രൈവറ്റൈസേഷൻ പ്രഖ്യാപിച്ചു. MG യൂണിവേഴ്സിറ്റി പ്രൈവറ്റൈസേഷൻ പ്രഖ്യാപിച്ചു. 20 ചേർന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റും പ്രൈവറ്റൈസേഷൻ പ്രഖ്യാപിച്ചു. നമ്മുടെ കാലിക്കറ്റ് മാത്രമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ന്യായമായ ഈ ആവശ്യം പരിഗണിക്കാതിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടുന്നതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും വിദൂര വിദ്യാഭ്യാസ പ്രൈവറ്റൈസേഷൻ മറ്റു സർവകലാശാലകളെ അപേക്ഷിച്ച് റെഗുലർ ഡിസ്റ്റൻസ് വിദ്യാർത്ഥികൾക്ക് ഒരേ സർട്ടിഫിക്കറ്റ് നൽകുന്നത് കാലിക്കറ്റ് വാഴ്സിറ്റി ആയതിനാൽ കൂടുതൽ വിദ്യാർത്ഥികളും തെരഞ്ഞെടുക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയാണ്. എന്നിട്ടും വിദ്യാർത്ഥി പ്രവേശനത്തിന് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. എന്നാൽ നിയമസഭ പാസാക്കിയ ഓപ്പൺ സർവകലാശാല നിയമം റദ്ദാക്കണമെങ്കിൽ സർക്കാർ തന്നെ തീരുമാനിക്കണമെന്നാണ് സർവകലാശാല അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തേഞ്ഞിപ്പാലം.